ഹായ്, ഇന്നും ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിക്കൽ ഒരു പിശുക്കൻ്റെ പണസഞ്ചി വഴിയിൽ വീണുപോയി. അയാൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പരാതി നൽകി. പണസഞ്ചിയിൽ 100 പൊൻപണമുണ്ടായിരുന്നതുകൊണ്ട് പണസഞ്ചി കണ്ടെത്തിക്കൊണ്ടു തരുന്ന ആൾക്ക് പാരിതോഷികമായി 10 പൊൻപണം കൊടുക്കാമെന്ന് പിശുക്കൻ രാജാവിനോട് സമ്മതിച്ചു. പിശുക്കൻ്റെ അയൽക്കാരനായ ഒരു കൃഷിക്കാരന് പണസഞ്ചി കിട്ടി. അയാൾ അത് നേരെ പിശുക്കന് കൊണ്ട് കൊടുത്തു. പിശുക്കൻ പണം എണ്ണി നോക്കി. കൃഷിക്കാരൻ പാരിതോഷികത്തിനായി കൈനീട്ടി. പാരിതോഷികം നീ എടുത്തു കഴിഞ്ഞല്ലോ. അത് 110 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 100 ഉള്ളൂ, പിശുക്കൻ പറഞ്ഞു. കൃഷിക്കാരൻ രാജാവിനോട് സംഗതി പറഞ്ഞു. രാജാവ് പിശുക്കനെ വിളിച്ചു. പണസഞ്ചി അദ്ദേഹം പരിശോധിച്ചു. ആ പണസഞ്ചിയിൽ 100 പൊൻപണത്തിൽ കൂടുതൽ കൊള്ളില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിന്റെ പണസഞ്ചിയിൽ എത്ര പൊൻപണം ഉണ്ടായിരുന്നു? രാജാവ് പിശുക്കനോട് ചോദിച്ചു. 110, പിശുക്കൻ പറഞ്ഞു. എങ്കിൽ ഈ പണസഞ്ചി നിന്റെയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യസന്ധനായ ആ കൃഷിക്കാരന് സമ്മാനിച്ചു. ആർത്തിക്കാരനായ പിശുക്കന് തൻ്റെ 100 പൊൻപണം അങ്ങനെ നഷ്ടമായി. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത കഥയുമായി വരാം. ബായ്.